നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസുകളൊക്കെ കാണുന്നവരാണ്. ചില റീൽസ് വീഡിയോസുകളൊക്കെ വളരെ മനോഹരമായ വീഡിയോസുകളായിരിക്കും. ചില ആളുകളൊക്കെ ആഗ്രഹിക്കും, ഈ വീഡിയോസ് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാമായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇതേ വീഡിയോസ് തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ റീൽസിൻ്റെ വീഡിയോസിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്ത് വെക്കാമായിരുന്നു എന്നൊക്കെ ആഗ്രഹിക്കുന്ന പല ആളുകളും ഉണ്ട്. പക്ഷേ ഇത് നമ്മുടെ മൊബൈലിൽ എങ്ങനെയാണ് സേവ് ചെയ്യുക? അതിനായിട്ട് നമ്മൾ പല ആപ്ലിക്കേഷൻസുകളും ഇങ്ങനെ തിരഞ്ഞു പിടിച്ച് പോകും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് റീൽസ് വീഡിയോ, അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള വീഡിയോസുകൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് അതിൽ തന്നെ ഓപ്ഷൻസുകളുണ്ട്. എങ്ങനെയാണ് ഇത് നമ്മുടെ മൊബൈലിൽ ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യുന്നത് എന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമുക്കിഷ്ടമുള്ള വീഡിയോസ്, ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ, ഞാനിപ്പോൾ ഈ വീഡിയോ എനിക്ക് എൻ്റെ മൊബൈലിൽ സേവ് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ ആ ഒരു ഷെയറിൻ്റെ ഏരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് റീൽ ടു യുവർ സ്റ്റോറി എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അതൊരു ചെറിയ രൂപത്തിൽ ഷോർട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് സൂം ചെയ്ത് വലുതാക്കാം. ഇപ്പോൾ അത് കറക്റ്റ് സൂം ചെയ്ത് ഞാൻ എൻ്റെ സ്ക്രീനിൻ്റെ ആ വലിപ്പത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വലതുവശത്ത് മുകളിൽ 3 ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും. ആ 3 ഡോട്ട്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന ഭാഗം നിങ്ങൾ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് പ്രോസസ്സിങ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈലിൽ ഇത് സേവ് ആകുന്നതും ആയിരിക്കും. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇതിപ്പം വീഡിയോ സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പുറത്ത് പോയി ഇനി എൻ്റെ ഗാലറി ഞാനൊന്ന് തുറന്നു നോക്കുകയാണ്. ഗാലറി തുറന്നു നോക്കി വീഡിയോസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതേ വീഡിയോ. ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ആപ്ലിക്കേഷനും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ നൽകിയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ടെക്നോളജി പരമായ ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.